കർത്താവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ ചില 2 എപ്പിസോഡുകളിലായി രാത്രികളിൽ നടക്കുന്ന അത്ഭുത പ്രവർത്തികളെക്കുറിച്ചും ദൈവത്തിന്റെ കരുതലിനെ കുറിച്ചുമാണല്ലോ നാം ചിന്തിച്ച് വരുന്നത്. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ യഹോവയായ ദൈവത്തിന്റെ കരുതലും യേശുക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചും ചിന്തിപ്പാൻ പരിശുദ്ധ ആത്മാവ് നമുക്ക് അവസരങ്ങൾ നൽകി. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രാത്രിയിൽ പുറപ്പെട്ടു വരുന്ന പുതിയ ചില വഴികളും വാതിലുകളുമാണ്. വാതിലുകളില്ല, പക്ഷേ ജനത്തിനു വേണ്ടി വാതിൽ തുറക്കുന്നു. വഴികളില്ല, പക്ഷെ ജനത്തിനു വേണ്ടി ദൈവം തൻ്റെ വഴികൾ തുറക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ തന്നെ 14-ാം അധ്യായം 21-ാം വാക്യമാണ് ഞാൻ ഇന്ന് രാവിലെ ചിന്തയ്ക്ക് വേണ്ടി തരുന്നത്. വാക്യം ഇങ്ങനെയാണ്: യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഉണങ്ങിയ നിലമാക്കി. എപ്പോൾ? രാത്രിയിൽ കിഴക്കൻ കാറ്റടുപ്പിച്ചു, വലിയ കാറ്റടുപ്പിച്ചു. ഇസ്രായേൽ മക്കളും ഇസ്രയേലിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചു. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ജനത്തിന്റെ മുമ്പിൽ ചെങ്കടൽ കിടക്കുകയാണ്. ഇങ്ങേ അറ്റത്ത് നിന്ന് തല പൊക്കി നോക്കിയാൽ അങ്ങ് അറ്റം കാണാതെ കണ്ണിന്റെ മുമ്പിൽ അനന്തമായി കിടക്കുന്നതാണ് കടൽ. കടൽ എന്ന് പറയുന്നത് കണ്ണിന്റെ മുമ്പിൽ അനന്തമായി കിടക്കുന്ന, ഇക്കരെ നിന്നാൽ അക്കരെ കാണാൻ പറ്റില്ല. പക്ഷെ നദി എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇക്കരെ നിന്നാൽ അക്കരെ കാണാം, ഒന്ന് എത്തി നോക്കിയാൽ അക്കരെ കാണാം. പക്ഷേ ഇക്കരെ നിന്നാൽ അക്കരെ കാണാൻ കഴിയാത്ത നിലയിൽ ഓളം തല്ലിക്കിടക്കുന്ന ഈ സമുദ്രത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇത് കടന്നെങ്കിൽ മാത്രമേ ഈ ജനത്തിന് അക്കരെ പോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എങ്ങനെ അക്കരെ പോകാൻ പറ്റും എന്ന ഒരു വലിയ കൺഫ്യൂഷൻ അവിടെ വരികയാണ്. ഇസ്രായേൽ ജനം മരുഭൂമി കിടന്നുകൊണ്ട് പറയുന്നു, ഇവിടിട്ട് ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നാണോ? മിസ്രൈമിൽ എന്താ ശവക്കുഴിയില്ലേ? ഞങ്ങളെ എന്തിനാ ഈ ദ്രോഹം ചെയ്ത് എന്ന് പറഞ്ഞ് മോശയോട് പിറുപിറുക്കുന്നു. അവരുടെ കയ്യിൽ കിട്ടിയ കല്ലും മണ്ണും ഒക്കെ എടുത്തുകൊണ്ട് അവർ നിൽക്കുകയാണ്. പക്ഷെ പ്രതികൂലങ്ങളുടെ നടുവിൽ മോശ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മോശ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ യഹോവയായ ദൈവം പറയുക, നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? ദൈവമേ, എൻ്റെ കയ്യിലൊരു മരത്തം തണ്ടാണ്, ഒരു ബദാമിന്റെ കമ്പാണ്. അത് വെള്ളത്തിന്റെ മേൽ നീട്ടുക. ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ മോശ അത് ചെയ്തു. വെള്ളത്തിന്റെ മേൽ നീട്ടാൻ വേണ്ടി പറഞ്ഞു. രാത്രി മുഴുവനും കാറ്റടിപ്പിച്ചു. രാവിലെ മോശ അങ്ങനെ ചെയ്തപ്പോൾ വെള്ളം 2ആയി പിളർന്നു. അവിടെ സംഭവിച്ചത് ഉണങ്ങിയ നിലത്തൂടെ, അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെ, അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു, ഉണങ്ങിയ നില ഉണ്ടായി. ഉണങ്ങിയ നിലത്തൂടെ അക്കരെ കയറ്റിയ ഒരു ദൈവത്തിന്റെ പദ്ധതി. ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ ഈ വാക്യത്തിൽ നിന്ന് പറയാം, ഏതടഞ്ഞ വഴികളും നിന്റെ മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കാം. ഒരുപക്ഷെ പ്രതീക്ഷയോടായിരിക്കാം നീ ഇറങ്ങിത്തിരിച്ചത്, ആ ജോലിക്ക് ഇറങ്ങിത്തിരിച്ചത്, ആ കുടുംബജീവിതത്തിലേക്ക് നീ പ്രവേശിച്ചത്, ആ പഠനത്തിന് വേണ്ടി നീ ഇറങ്ങിത്തിരിച്ചത്, അല്ലെങ്കിൽ ആ ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി, ആ കൃത്യം നന്നായി ചെയ്യാൻ വേണ്ടി നീ ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ അവിടെ നിനക്കൊരു വിശാലത ഉണ്ടാകാൻ കഴിയാതെ, ഒരു പൂർത്തീകരണം ഉണ്ടാകാൻ കഴിയാതെ, എവിടെയോ നീ പരാജയപ്പെട്ട് വെല്ലുവിളിയുടെ മുമ്പിൽ തകർന്നു കിടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഇന്ന് രാവിലെ നിന്നെ അഭിമുഖീകരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയട്ടെ, കിഴക്കൻ കാറ്റയച്ച് നിന്റെ പ്രതിസന്ധികളെ വകഞ്ഞു മാറ്റുവാൻ, നിന്റെ പ്രതിസന്ധികളെ തീർത്തു തരുവാൻ, നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിക്കുവാൻ നിങ്ങളുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി വരുമെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേക്കണം. യേശുവിന്റെ മുമ്പിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ മക്കളോടും ഞാൻ പറയാം, യേശു അപ്പായുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്റെ വേദനകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പിൽ അത്ഭുതം നടക്കും. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾ അക്കരയ്ക്ക് പോകാൻ കഴിയാതെ പടകിന്റെ നേരെ പ്രതിസന്ധികൾ വീശി അടിച്ചു. തിരമാല പോലെ പ്രതിസന്ധി വന്നു. പടകിങ്ങനെ ആടി ഉലയാൻ തുടങ്ങി. അവർക്ക് മനസ്സിലായി ഓരോരുത്തരും ഇതിനകത്തും തെറിച്ച് കടലിലേക്ക് വീഴുമെന്ന്. അവർ വല്ലാത്ത ആശങ്കയിലായിരിക്കുമ്പോഴാണ് യേശു കർത്താവ് ആ പടകിനോട് ചേർന്ന് നടക്കുന്നത്. മറ്റൊരവസരത്തിൽ ലഗ്യോനായ ഒരു വ്യക്തിയെ സൗഖ്യമാക്കാൻ വേണ്ടി യേശു ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് പടകിൽ പോകുന്ന കാര്യം നമുക്കറിയാം. എന്നാൽ കർത്താവ് എന്താ അവിടെ ചെയ്ത്? ക്ഷീണിതനായതുകൊണ്ട് ഒരു തലയണ എടുത്ത് അവിടെ കിടന്ന് ഉറങ്ങി. ആ പടകിന്റെ അമരത്ത് യേശു ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിന്റെ ഇടയിൽ ഒരു വലിയ ബഹളം കേട്ടു. എന്താ സംഭവം? അന്തരീക്ഷമെല്ലാം കാർമേഘം കൊണ്ട് മൂടി, ഭയങ്കര കാറ്റ് വന്നു, തിരമാല ഇങ്ങനെ ഇളകി. അവർ സഞ്ചരിക്കുന്ന ഈ കപ്പൽ ഇങ്ങനെ ആടി ഉലയാൻ തുടങ്ങി.
അവർക്ക് കാര്യം മനസ്സിലായി, ഈ കപ്പൽ തകരും, അല്ലെങ്കിൽ ഈ പടക് തകരും, ഈ പടക് മുങ്ങും, ഇതിനകത്ത് വെള്ളം കയറിയാൽ ആരും രക്ഷപ്പെടത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷെ അവിടെ പത്രോസ് ഒരു വിളി വിളിച്ചു യേശുവിനെ, നാഥാ, നശിച്ചു പോകുന്നു നിനക്ക് വിചാരമില്ലേ? ഒറ്റ നിലവിളിയുടെ മുമ്പിൽ ഉറങ്ങിക്കിടന്ന യേശു ചാടി എഴുന്നേറ്റു. നോക്കിക്കേ, കാറ്റടിച്ചപ്പോൾ യേശു എഴുന്നേറ്റില്ല. തിരമാല കൊണ്ട് പടക് ആടി ഉലഞ്ഞപ്പോൾ യേശു എഴുന്നേറ്റില്ല. അവിടെ വലിയ കോളക്കങ്ങൾ സംഭവിച്ചപ്പോൾ യേശു എഴുന്നേറ്റില്ല. യേശു നന്നായി ഉറക്കത്തിലേക്ക് ആഴ്ന്നിറങ്ങി. എന്നാൽ പത്രോസ് ഒന്ന് നിലവിളിച്ചപ്പോൾ, നാഥാ എന്ന് വിളിച്ചപ്പോൾ, ആ ഉറക്കത്തിനകത്ത് നിന്നും യേശു ചാടി എഴുന്നേൽക്കുകയാണ്. അതാണ് യേശുവും മക്കളും തമ്മിലുള്ള ബന്ധം. ഈ പ്രതികൂലത്തെ, ഈ പ്രതിസന്ധിയെ, ഈ കാറ്റിനെ, ഈ തിരമാലയേക്കാൾ ഏറ്റവും വലുതാ നീ യേശുവിന് എന്നുള്ള കാര്യം മറക്കരുത്. താങ്കൾ യേശുവിൻ്റെ മക്കളായി തീരണമെന്ന്, മകനായി തീരണമെന്ന് യേശു എപ്പോഴും ആഗ്രഹിക്കുകയാ. അതുകൊണ്ട് ചെങ്കടലിന്റെ മുമ്പിൽ ഇസ്രായേൽ പകച്ചു നിന്നെങ്കിലും യഹോവയായ ദൈവം അവർക്ക് വേണ്ടി വഴി തുറന്നതുപോലെ യേശുവിൻ്റെ മുമ്പിൽ നീ വന്നാൽ, യേശുവിനോട് നിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ, യേശുവിൻ്റെ സന്നിധിയിൽ നീ കരഞ്ഞാൽ, നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിൽ, അടഞ്ഞു കിടക്കുന്ന ചെങ്കടൽ അതിനെ വിഭജിച്ച് നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത്, ആ ജോലിയിൽ, ആ വിദ്യാഭ്യാസത്തിൽ, ആ കുടുംബജീവിതത്തിൽ, ആ സമൃദ്ധിയിൽ, അഭിവൃദ്ധിയിൽ നിന്നെ എത്തിക്കാൻ എൻ്റെ യേശു ഇന്നും ജീവിക്കുന്നു. പഴയ നിയമത്തിൽ മോശ ഇസ്രായേൽ മക്കളെ നയിക്കേണ്ടതിന് ആമേൻ മുമ്പേ ഇറങ്ങിയതുപോലെ പുതിയ നിയമത്തിൽ സഭയാകുന്ന നമ്മെ ക്രിസ്തുവിൻ്റെ ആത്മാവ് നയിക്കുകയാണ്. എവിടേക്കാണ്? മോശ ഇസ്രായേൽ മക്കളെ എങ്ങോട്ടാണ് നയിച്ചത്? വാഗ്ദത്ത ദേശമായ കനാനിലേക്ക്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ ആമേൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നത് വാഗ്ദത്ത ദേശമായ ആ സ്വർഗത്തിലേക്കാണ്, വാഗ്ദത്ത ദേശമായ ആ കനാനിലേക്കാണ്, ആ വാഗ്ദത്ത ദേശമായ ആ ക്രിസ്തുവിൻ്റെ അടുക്കലേക്കാണ് ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നത്. മോശ ഇസ്രായേലിനെ നയിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിൽ നമ്മെ നയിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഒരു കാലഘട്ടത്തിൽ നമ്മെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ യാത്രയ്ക്ക്, നമ്മുടെ മിനിസ്ട്രിക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം ചെങ്കടൽ പോലെ സമമായ വിഷയങ്ങൾ തലപൊക്കി നിൽക്കേണ്ടി വന്നാലും നിന്നെ മുമ്പോട്ട് വിടത്തില്ല. ഇവിടെ മുക്കിക്കൊല്ലും, കരയ്ക്ക് കയറ്റത്തില്ല. ഇവിടെ ഞാൻ കാലും കയ്യും അടുപ്പിച്ച് വെള്ളം കയറ്റി വായിലും മൂക്കിലും വെള്ളം കയറ്റി ഇതിനെ ശ്വാസം മുട്ടിച്ച് കൊല്ലും എന്ന് പറഞ്ഞ് ചെങ്കടൽ നിനക്കെതിരെ തലയെടുത്ത് നിന്നാലും യേശുവിൻ്റെ ആത്മാവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, അവൻ നിന്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ, ചെങ്കടൽ വിഭജിച്ചപ്പോൾ അവിടെ ഉണങ്ങിയ നിലം വന്നതുപോലെ നിന്റെ യാത്ര സുഖകരമാകേണ്ടതിന് ഒരു ഉണങ്ങിയ നിലം കർത്താവ് നിനക്ക് തരും. ദൈവം നിനക്കു വേണ്ടി ചിലതിനെ വേർതിരിക്കും. നിന്നെ വിട്ട് ചിലതിനെ കർത്താവ് അകറ്റിക്കളയും. എത്തിക്കേണ്ട സ്ഥാനത്ത് സുഖകരമായ ഒരു അനുഗ്രഹം നിന്നിൽ ഉണ്ടാകേണ്ടതിന് ക്രിസ്തുവിൻ്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിലേക്ക് അയക്കുകയാണ്. നിന്റെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ നീ ചവിട്ടുന്നിടം ഒരു അനുഗ്രഹമാകും. ക്രിസ്തുവിൻ്റെ ആത്മാവ് നിന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നീ ചവിട്ടുന്ന ഓഫീസ് അനുഗ്രഹിക്കപ്പെടും. നീ ചവിട്ടുന്ന വീട്, നീ ചവിട്ടുന്ന കിച്ചൺ, നീ ചവിട്ടുന്ന ബെഡ്റൂം അനുഗ്രഹിക്കപ്പെടും. നീ ചവിട്ടിക്കേറുന്ന സ്ഥലം, ആ പ്രാർത്ഥനാലയം അനുഗ്രഹിക്കപ്പെടും. എല്ലാ തടസ്സങ്ങളും ചെങ്കടലും സമമായ പ്രതിസന്ധികൾ വിട്ടുമാറും. കാരണം മോശ ഇസ്രായേലിനെ നയിച്ചതുപോലെയാ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മെ ഈ കാലഘട്ടത്തിൽ നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവെ പറയാം, ഈ ആത്മാവ് നയിക്കുന്ന, പരിശുദ്ധാത്മാവാകുന്ന ഈ ശക്തി നിന്നെ നയിക്കുന്ന ഒരു അനുഗ്രഹം നിന്നിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നീ ഒന്നും കൊണ്ടും എന്ത് ചെയ്യണ്ട, ഭയക്കണ്ട. ഏത് തിരമാലയും ശാസിക്കാൻ, ഏത് കടലിനെയും ശാസിക്കാൻ, ഹല്ലേലൂയ, ഏത് രോഗത്തെയും വെല്ലുവിളിയെയും ശാസിക്കാൻ, ക്യാൻസറിനെയും ട്യൂമറിനെയും ഹാർട്ട് അറ്റാക്കിനെയും ശാസിക്കാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ട് വഴി മുടങ്ങി എന്ന് ചിന്തിക്കരുത്. ഇവിടിട്ട് കൊല്ലാൻ കൊണ്ടുവന്ന് ചിന്തിക്കരുത്. ഇവിടം കൊണ്ട് ഞാൻ അവസാനിച്ചു എന്ന് ചിന്തിക്കരുത്. ഇനി മുമ്പോട്ട് പോകില്ല എന്ന് ചിന്തിക്കരുത്. ക്രിസ്തുവിൻ്റെ ആത്മാവ് നിന്നിലുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ ശക്തി നിന്നിലുണ്ടെങ്കിൽ, മോശ ഇസ്രായേലിനെ അക്കരെ കയറ്റിയതുപോലെ, മോശയിൽ കൂടെ സ്വർഗം തൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തിയതുപോലെ യേശുവിൻ്റെ ആത്മാവ് നിങ്ങളെ അക്കരെ കയറ്റും. യേശുവിൻ്റെ ആത്മാവ് നിങ്ങളെ അക്കരെ എത്തിക്കും. യേശുവിൻ്റെ ആത്മാവ് നിങ്ങളെ വിടുതലിലേക്ക് നയിക്കും. അങ്ങനെയെങ്കിൽ
ഈ സന്ദേശം നിങ്ങൾ ഏറ്റെടുക്കൂ. ഇന്ന് രാവിലെ യേശുവിൻ്റെ ആത്മാവ് നിന്നെ സന്ദർശിക്കാൻ പോകുകയാ, നിന്നെ തൊടാൻ പോകുകയാ, നിന്റെ രോഗം മാറാൻ പോകുകയാ, നിന്റെ ബന്ധനം അഴിയാൻ പോകുകയാ. യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നീ ചെന്നിട്ടില്ലാത്ത സ്ഥലത്ത് നിന്നെ കൊണ്ടെത്തിക്കും. കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കൾ കാലുകുത്തിയതുപോലെ നിങ്ങളും ചില വാഗ്ദത്തങ്ങളിലേക്ക് കാലുകുത്തും, നിങ്ങളും ചില അനുഗ്രഹങ്ങളിലേക്ക് കാലുകുത്തും. ഏത് അനാക്യ മല്ലന്മാര് ഇസ്രായേലിന്റെ മുമ്പിൽ നിന്നാലും ആ കാലേബിനെ യോശുവായ വാഗ്ദത്തത്തിന്റെ നിവർത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചെങ്കിൽ, ഏത് ലൂസിഫറിന്റെ ശക്തി നിനക്കെതിരെ നിന്നാലും വാഗ്ദത്തത്തിന്റെ നിവർത്തി നിനക്കും നിവർത്തിച്ചു തരാൻ എൻ്റെ കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. മോശയുടെ ദൈവം നമ്മുടെ ദൈവം. കനാൻ ദേശത്തേക്ക് എത്തിച്ച ദൈവം നമ്മുടെ ദൈവം. ചെങ്കടലിൽ വിഭജിച്ച ദൈവം നമ്മുടെ ദൈവം. നമ്മളോടും പറഞ്ഞ വാഗ്ദത്തം നമ്മളിൽ നിറവേറും. വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല ദൂതനായി സ്തോത്രം. കർത്താവ് ഞങ്ങളെ അവിടുത്തെ ആത്മാവിനാൽ ആ വാഗ്ദത്തങ്ങളിലേക്ക് നയിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ഞങ്ങൾ അനുഭവിക്കുന്നു. പക്ഷെ ചില കാറ്റുകൾ, ചില ഓളങ്ങൾ, തിരമാലകൾ ഞങ്ങൾക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ, അതിനകത്ത് മുങ്ങിപ്പോകുമെന്ന് പിശാച് ഞങ്ങളുടെ കാതിൽ വന്ന് മന്ത്രിച്ചപ്പോൾ, ഇല്ല, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അക്കരയ്ക്ക് തുറമുഖത്ത് എത്തിക്കുന്ന ഒരു ദൈവത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ ആത്മാവി ജനത്തെ അനുഗ്രഹിക്കണം. ഇവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തണം. ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം, ഇവരുടെ ജോലി അനുഗ്രഹിക്കണം, ഇവരുടെ ദേശത്ത് അഭിവൃദ്ധി ഉണ്ടാകണം, ഇവരുടെ ഭവനം വിശാലമാകണം. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഉണ്ടാകുന്ന ഈ 10 മിനിറ്റത്തെ സന്ദേശം നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും കേൾക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ, നിങ്ങളെ അത് ആത്മാവിൽ സ്പർശിക്കുന്നെങ്കിൽ മറ്റുള്ളവർക്കും ഇത് ഷെയർ ചെയ്യുകയും ഈ മിനിസ്ട്രിയെ നിങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്യണം. എല്ലാ ദിവസവും മുടങ്ങാതെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ അമർത്തി വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ കിട്ടും. ഇതുകൊണ്ടുള്ള ആത്മീയ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും അതിന് വിടുതലുമായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.